യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇന്നേ ദിനം നാം ധ്യാനിക്കുന്നത്, ചിന്തിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, തിരഞ്ഞെടുക്കപ്പെട്ടവർക്കൊക്കെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം എന്നതിനെക്കുറിച്ചാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 31, 32 തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം കാണും: ശിമയോൻ, ശിമയോൻ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈശോ ശിമയോൻ പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന രംഗമാണ്. ശിമയോൻ പത്രോസിൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഈശോ പ്രാർത്ഥിച്ചു. അല്ലെങ്കിൽ സാത്താൻ ഗോതമ്പ് പോലെ അവരെ പാറ്റുമായിരുന്നു. അത് തടയാൻ വേണ്ടിയിട്ട് ഈശോ തീക്ഷ്ണമായിട്ട് ശിമയോന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ വിശ്വാസം വർദ്ധിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭവനത്തിലും നമ്മുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. സാത്താൻ ഗോതമ്പ് പോലെ നിങ്ങളെ പാറ്റാൻ ഉദ്യമിച്ചു എന്നാ പറയുന്നത്. നമ്മളറിയാത്ത അദൃശ്യമായ ലോകത്ത് സാത്താൻ നമ്മളെ തകർക്കാനായിട്ട് ഉദ്യമിക്കുന്നുണ്ട്. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ അപ്പന് വേണ്ടി, നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി, നമ്മുടെ ഭർത്താവിന് വേണ്ടി, നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി, നമ്മുടെ മകന് വേണ്ടി, നമ്മുടെ മകൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, തിരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേക വൈദികർ, സിസ്റ്റേഴ്സിനൊക്കെ വേണ്ടി നമ്മൾ പ്രത്യേകം മാധ്യസ്ഥം പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. അപ്പോൾ അവരുടെ വിശ്വാസം ക്ഷയിക്കാതിരിക്കും. അവർക്ക് അന്ധകാര ശക്തിയിൽ പൈശാചികമായ ആക്രമണമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പിടിച്ചു നിൽക്കാനായിട്ട് അത് ശക്തി നൽകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണും: ഞാൻ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാനും സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന പൗലോസ്ലീഹായെ കാണാൻ പറ്റും. അപ്പോൾ വിശ്വാസത്തോടെ, ധൈര്യത്തോടെ, ഭയം കൂടാതെ ഈശോയെ പ്രഘോഷിക്കണമെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പൗലോസ്ലീഹ അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അനേകരുടെ പ്രാർത്ഥനയാലാണ് ദൈവരാജ്യ ശുശ്രൂഷ മുന്നോട്ട് നീങ്ങുന്നത്. പല കുടുംബങ്ങളെയും ദൈവം തൻ്റെ സംരക്ഷണ വലയം കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്നതിന് കാരണം ആരൊക്കെ ആ ഭവനത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്യോസുകാർക്ക് എഴുതിയ ലേഖനം 4:3 നമ്മൾ കാണും: ദൈവവചനത്തിൻ്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരാൻ, അത് ധൈര്യപൂർവ്വം പ്രഘോഷിക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പല പ്രാവശ്യം വിശുദ്ധ പൗലോസ്ലീഹ ഇങ്ങനെ അഭ്യർത്ഥിക്കുന്നുണ്ട്, കേണപേക്ഷിക്കുന്നുണ്ട്. കാരണം പ്രാർത്ഥനയുടെ ശക്തി, മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി വിശുദ്ധ പൗലോസ്ലീഹയ്ക്കറിയാം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ, മകളെ, ഇന്നു മുതൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കണം. വൈദികർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. സിസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവരാജ്യ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കണം. അതുപോലെ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ വിശുദ്ധ മിഖായേലിൻ്റെയും ദൈവദൂതന്മാരുടെ പ്രത്യേകമായ സംരക്ഷണം നമ്മുടെ കുടുംബത്തിനൊക്കെ ലഭിക്കും. തിന്മയുടെ ഉപദ്രവങ്ങളിൽ നിന്ന് പരിശുദ്ധ അമ്മയും ഈശോയൊക്കെ നമ്മൾ പ്രത്യേകം സംരക്ഷിക്കും. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ തന്നെ പ്രാർത്ഥിക്കണം. നന്നായി ത്യാഗം ചെയ്തും തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ സാത്താൻ്റെ കെണികളിൽ നിന്ന് ദൈവം നമ്മെ രക്ഷിക്കും. കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, കുടുംബാംഗങ്ങൾക്കൊക്കെ വേണ്ടി തീക്ഷ്ണതയോടെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോ ശിമയോന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സാത്താനൊരുക്കുന്ന എല്ലാ കെണികളിൽ നിന്നും, തന്ത്രങ്ങളിൽ നിന്നും, ചതികളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും തിരഞ്ഞെടുക്കപ്പെട്ടവരെയും പ്രത്യേകം സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നന്നായി പ്രാർത്ഥിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.